ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ്. കേരള സിംഗം വാല ഉടനെ ഓടിപ്പോ ഇല്ലെങ്കിൽ ഉയരക്ക് ആപത്ത്. അയ്യോ, ഇപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട്. ദണ്ഡപണിയില്ല, വെറും ദണ്ഡം. നാള് ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു? നമ്മൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ, എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും, അല്ലേ? അവരെന്നെ വന്ന് മാറ്റി പറയുന്നു. അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട്. ഇപ്പൊ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്ത് ചെയ്യാവൂ, ഇട്ടു കൊടുക്കാം. പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താ ഒരു ഫ്രണ്ട് ഇട്ട് കൊടുക്കല്ലേ ചെയ്ത. പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നു. എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഇപ്പം ഷർദിലിന്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഇത്രയും മാസങ്ങൾക്ക് ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറയും. അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡീഗ്രേഡിങ് കിട്ടാനുള്ള കാരണം സീക്രട്ട് ഏജന്റ്. മനസ്സിലായി. സീക്രട്ട് ഏജന്റ് തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന്. ഞാൻ ഈ കായൽ കരയിലൂടെ ഒരു ഗതികിട്ടാ പ്രേതം പോലെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കരക്കാർക്ക് പാർട്ടി നടത്തുകയാണ്. ഈ ഓരോരുത്തരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എന്റെ ലൈഫാണ്, മനസ്സിലായി, എന്റെ കരിയറാണ്. ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയായിരുന്നു. അതേപോലെ എന്ത് ചെയ്തു, കാലം തെളിയിച്ചു. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന്